ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്കിന്ന് ചക്ക ഹലുവ ഉണ്ടാക്കാം. അപ്പം ചക്ക ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് വെച്ച് വരിക്കച്ചക്ക കേട്ടോ, അരച്ച് വെച്ചതാണ്. അത് നമുക്ക് പിന്നെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി നേരം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇന്ന് അരക്കപ്പ് അരിപ്പൊടി ഉണ്ട് കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനെ അടുപ്പ് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കൈയെടുക്കാതെ ഇളക്കിയും കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുക്കി വെച്ചേക്കുന്ന കേട്ടോ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരുന്ന കേട്ടോ. രണ്ട് സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. വെളുത്ത എള്ള കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഒരു പക്ഷേ കേടാകാൻ ചാൻസ് ഉണ്ട്. കേടാകാതിരിക്കാൻ വേണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നന്നായിട്ട് വേണ്ടി വരും. അപ്പം നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഈ ഒരു പരുവത്തിലാണ് ഇതാക്കിയെടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു ഇതുണ്ടോ, ആ ഒരു പരുവം. ഇത് നമുക്ക് ട്രേയിലേക്കാക്കാം. നമുക്ക് ഇച്ചിരി നേരം തണുക്കാനായിട്ട് വെക്കാം. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി. മറ്റേ നട്ട്സൊക്കെ ഇട്ട കൂട്ടത്തിൽ ഏലക്കപ്പൊടി ഇടണമായിരുന്നു. അത് പറയാൻ ഞാൻ വിട്ടുപോയി കേട്ടോ, സോറി. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് വെയിറ്റ് ചെയ്യാം തണുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സംഭവം കേട്ടോ. കഴിക്കാനായിട്ട് നല്ലതാണ്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇതുപോലെ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടോ, നല്ല മയമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക പഴുത്തതും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സമയം കൂടാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരും.